എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്താനും അങ്ങനെ പറയാൻ കാരണം? ചുമ്മാ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതുകൊണ്ടാ. അല്ല, എനിക്ക് എനിക്കിങ്ങനെ താടിയൊക്കെ വെച്ചിട്ട് ജീവന്റെ കുറെ ഇപ്പൊ ഈടെയൊക്കെ ഓരോന്നൊക്കെ കാണുമ്പോഴേക്ക് എനിക്കങ്ങ് ഞെട്ടല. കാരണം ഇന്നും എന്റെ വീട്ടിൽ എന്റെ മോൾ എപ്പോഴും മൈബോസ് ഭയങ്കര ഇഷ്ടം ആൾക്ക്. അപ്പൊ അത് അവൾ ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പൊ എന്റെ മനസ്സിൽ ജീവൻ ഇന്നും ആ ചെറുപ്പത്തിൽ അവൻ ഈ താടി മീശ എടുത്ത് അത് തന്നെ ചേച്ചി. ആണോ? കയ്യിലിരിപ്പ് എങ്ങനെയാ? അനുവിന്റെ അറിയുള്ളൂ. കയ്യിലിരിപ്പ് അതുപോലെയൊന്നുമല്ല, ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓ ആണ്. അപ്പൊ അതിൽ നിന്നും കുറെ ഇതായി. അന്ന് എന്തൊരു മെച്യൂരിറ്റി ആയിരുന്നു. ദിലീപേട്ടനെ ഇട്ട് വറുത്ത് പൊരിക്കണ്ടായിരുന്നല്ലോ. ഈ മുഖത്തേക്ക് ഇങ്ങനെ നോക്ക്. ഈ താടിയൊക്കെ വന്നപ്പോഴേ പെട്ടെന്ന് വേറെ ഇത്രയും വലിയ ചെക്കനായോ, ഇത്രയും ഇയേഴ്സ് ആയോ എന്നൊക്കെ അങ്ങനെ ഒരു ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അത് അല്ല, മിക്ക ആൾക്കാരും ഇപ്പൊ കാണുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പണ്ടത്തെ ഒരു ലുക്ക് പെട്ടെന്ന് പറയൂല ആൾക്കാർ. ഈ ഒരു ഇത് താടി മീശ ഇത് വന്നോണ്ടും കൂടി അത്രയും. പിന്നെ പെട്ടെന്നൊരു ചേഞ്ച് ആയി പെട്ടെന്ന് മനസ്സിലാവാൻ പാടാ. ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും, അതാണോ ഇത് എന്നൊക്കെ ചോദിക്കാം. ശരിക്കും എന്നാലേ ഉള്ളു. അല്ലാതെ പെട്ടെന്ന് ആ കുട്ടി തന്നെയാണ് ഇതൊന്നും പെട്ടെന്ന് ആർക്കും ഒന്നും ഒരു ഇത് വരില്ല. പിന്നെ ഇപ്പൊ വലിയ ഫ്രെയിമും ഇതൊക്കെ കൂടെ വെച്ചപ്പോഴത്തേക്ക് ഒന്നും അതൊക്കെ പോട്ടെ. കഴിഞ്ഞ കൊല്ലം മുതൽ കേട്ടോണ്ടിരിക്കുന്ന ന്യൂസ് ആണ്. ഇപ്പോഴും ഈ പ്രാവശ്യത്തെ വീണ്ടും ഓണം എത്തുകയാണ്. ഇപ്പോഴും കേട്ടോണ്ടിരിക്കണു അനു ജീവനും ഒന്നിക്കുന്നു. നിജം സത്യം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ നമുക്ക് അവിടെ ശരിക്കും നിങ്ങളുടെ കല്യാണം തീരുമാനിച്ചോ? നമ്മുടെ ഇവിടെ എല്ലാരും പറയണ്ടേ നിങ്ങളൊരു ഇപ്പൊ ഫിക്സ് ചെയ്തു എല്ലാമായി. ഫിക്സ് ചെയ്തതില്ല പിന്നെ ആരുമായിട്ടോ? ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജീവൻ. ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. മെയിലിൽ നോക്കുകയാണെങ്കിൽ ഗേൾസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ബോയ്സിന്റെ സൈഡിൽ ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പം റീല് ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാനും ജീവനും ഒരുമിച്ചൊക്കെ. അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുമല്ലോ എല്ലാവരും. അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാരും പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടാക്കണതാണ്. ശരിക്കും ഒരു ദിവസം നമ്മളൊരു സുപ്രഭാതത്തിൽ അനു ജീവനും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു, ഇന്ന ദിവസം കല്യാണം തുടങ്ങിയ സമയം തൊട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കുകയാണ്. എന്താടാ അങ്ങനെയല്ലല്ലോ ഇപ്പോഴും പറഞ്ഞതല്ലേ ജീവൻ? അങ്ങനെ നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ്. അങ്ങനെ എനിക്കങ്ങനെ ഈ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അല്ല, അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ പോലെയാണ്. ഒരാളെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ നല്ല ഫ്രണ്ട് ആണ്. വീട്ടിലെല്ലാവരുമായിട്ട് ജെല്ലാവുന്നുണ്ട്. വീട്ടിൽ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല. അനുവിന്റെയും ഭുവനേശ്വറിന്റെയും വിവാഹം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ അത്ര ടോക്കറ്റീവ് ഒന്നും അല്ല ഭുവനേശ്വർ എന്നാണ് ആരാധകർ പറയുന്നത്. ഭുവനേശ്വർ ആണ് വരൻ എന്നറിഞ്ഞതോടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ആകമാനം ആളുകൾ എല്ലാവരും ആരാണ് ഈ ചുള്ളൻ എന്ന് തപ്പി നടക്കുകയായിരുന്നു. എന്തായാലും അത് കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ കണ്ടെത്തി കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും അയ്യോ അടിപൊളി ചെക്കനാണല്ലോ, എന്ത് രസമാണ്, അനു ഇത്രയും കാത്തിരുന്നത് വെറുതെ ആയില്ല എന്ന് തോന്നി. എന്നാൽ ഇന്ന് ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാവുന്നത് അത്ര ടോക്കറ്റീവ് അല്ല. അനു സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. എന്നാൽ അനുവിന്റെ വരൻ ഭുവനേശ്വർ, ഭർത്താവായ ഭുവനേശ്വർ അധികം സംസാരിക്കാത്ത ഒരാളാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തമിഴിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെയുള്ള ഒരു ഭ്രമം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം യൂട്യൂബ് വീഡിയോകളാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അല്ലാത്ത പുറത്ത് ഇത്രയും വലിയ ആൾക്കൂട്ടം, ക്യാമറകൾ, ഇത്രയും വെളിച്ചം, ഇത്രയും ഒരു ഫെയിമിലോട്ട് അദ്ദേഹം വന്നിട്ടില്ല. കാരണം ഇവരുടെ മറ്റ് ചടങ്ങുകളൊന്നും തന്നെ പബ്ലിക് സ്പേസിലോട്ട് വന്നിട്ടില്ല. ഈ വിവാഹമാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം അനുവിനെ പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് എന്നാണ് അനു തന്നെ പറയുന്നത്. അവസാനം കാത്തിരിപ്പുകൾക്കൊടുവിൽ നടി അനുമോൾ വിവാഹിതയായിരിക്കുകയാണ്. 3 വർഷത്തോളമായി അനുമോളുടെ വിവാഹ വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഇന്ന് വിവാഹിതയാകും, അനുമോളുടെ വിവാഹമാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞു തുടങ്ങിയ വാർത്തകളൊക്കെയാണ് കുറേ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അനുമോളും പറഞ്ഞിരുന്നു, കഴിഞ്ഞ 2-3 വർഷമായി തൻ്റെ വിവാഹത്തെ പറ്റി ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്, എന്താണെങ്കിലും താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, നാളെയാണ് എൻ്റെ വിവാഹം എന്ന് അനുമോൾ പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 18 രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച്, ഗുരുവായൂർ ഉണ്ണിക്കണ്ണിന്റെ മുന്നിൽ വെച്ച് അനുമോൾ വിവാഹിതയായി.
അവസാനം കാത്തിരിപ്പുകൾക്കൊടുവിൽ അനുമോളുടെ വിവാഹം നടക്കുമ്പോൾ കാണാൻ ചുള്ളനാണല്ലോ അനുമോളുടെ ചെക്കൻ എന്നാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്. മോഡലും നടനുമാണ് ഭുവനേശ്വർ. ഭുവനേശ്വറിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ട് സ്വദേശിയായ ഭുവനേഷ് ആണ് വരൻ എന്നതിനപ്പുറം കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. അനുമോൾ പങ്കുവച്ച വിവാഹത്തിന്റെ വീഡിയോയിൽ ഭുവൻ എന്ന പേര് വെളിപ്പെടുത്തുന്നുണ്ട്. താൻ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ചെല്ലുമ്പോൾ വാവ് സൂപ്പർ എന്നൊക്കെ ഭുവൻ പറയണം എന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യില്ല. വാ പോവാം എന്ന് പറഞ്ഞ് കൂട്ടി അങ്ങ് കൊണ്ടുപോകും എന്നാണ് അനുമോൾ പറഞ്ഞത്. ആരാണ് അനുമോൾ ഇത്രയും സ്നേഹിക്കുന്ന അനുമോളുടെ ചെക്കൻ എന്ന് സോഷ്യൽ മീഡിയ തിരയുകയാണ്. അനുമോളുടെ ചെക്കൻ സുന്ദരനാണെന്ന് ഷിയാസ് കരീം പറഞ്ഞതുപോലെ തന്നെ ഭുവനിൽ ആദ്യം ആളുകളെ ആകർഷിക്കുന്നത് ആ സ്റ്റൈലും ലുക്കും ഒക്കെ തന്നെയാണ്. വിവാഹ ഫോട്ടോകൾക്ക് താഴെ വരുന്ന കമന്റുകളും നല്ല ചുള്ളൻ ചെറുക്കനാണല്ലോ, അനുമോൾ കാത്തിരുന്ന് കെട്ടിയത് ഒരു അടിപൊളി ചെക്കനെ തന്നെയാണ് എന്നാണ് പറയുന്നത്.